Hello guys, good morning. So it's another day. അപ്പോൾ കുറേ ഒരു ഗ്യാപ്പ് ആയിട്ടാണ് ഞാനൊരു ലോങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇറ്റ് വോണ്ട് ബി ദാറ്റ് ലോങ് ബട്ട് സ്റ്റിൽ കുറച്ച് ലോങ് ആയിരിക്കും, എന്നാലും അത്രയില്ല. അപ്പോൾ ഇന്ന് ഞാൻ വീട്ടിലാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ടേക്ക് എ സ്മോൾ ലോങ് വീഡിയോ സോ കുട്ടി വ്ളോഗ്. സോ ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ഇറ്റ്സ് സിമ്പിൾ. എനിക്കൊന്നൊരു മീറ്റിംഗ് ഉണ്ട്, സോ ഐ ജസ്റ്റ് നീഡ് ടു ബി പ്രസൻറ്റബിൾ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ജസ്റ്റ് ഒരു പ്രെപ്പിംഗ് വീഡിയോ ആക്കാണ്. ഹൗ ഐ പ്രെപ്പ് മൈ സെൽഫ്. ഇപ്പം ക്ലൈമറ്റ് അത്യാവശ്യം നല്ല തണുപ്പാണ്, രാത്രി ആകുമ്പോഴത്തേക്ക് നല്ല തണുപ്പാണ്. എനിവേ നമ്മൾ ഇലക്ട്രിക് ഹീറ്ററാണ് യൂസ് ചെയ്യുന്നത്. സോ ഇലക്ട്രിസിറ്റിയുടെ ബില്ല് എത്ര ആണെന്ന് അറിയത്തില്ല ഈ മാസം. സോ anyway, that's other part of life in Ireland. എൻ്റെ കയ്യിൽ ഞാൻ യൂസ് ചെയ്യുന്ന ടോണറാണ്. സോ ദിസ് എ ഗുഡ് ടോണർ ഫോർ ഡ്രൈ സ്കിൻ പീപ്പിൾ. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാനും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടോണർ അല്ലെങ്കിൽ മോയ്സ്ചറൈസർ പോലാണ്. ഇത് വെരി ഗുഡ് ഫോർ ഡ്രൈ സ്കിൻ പീപ്പിൾ. സോ ഇതെന്ന് പറഞ്ഞാൽ ഗ്ലിസറിനും റോസ് വാട്ടറും ആണ് ഇതിൻ്റെ ബേസിക് ഇൻഗ്രീഡിയൻറ്റ്. ഇവിടെ ബൂട്ട്സിൽ അവൈലബിൾ ആണ്, ചീപ്പറാണ്, ബട്ട് ഇറ്റ്സ് റിയലി ഗുഡ് ഫോർ ഡ്രൈ സ്കിൻ പീപ്പിൾ. ഇത് ടോണറായിട്ട് ഉപയോഗിക്കാം. സോ ഇത് ഞാൻ ടോണറായിട്ടാണ് ഇപ്പോൾ തൽക്കാലം ഉപയോഗിക്കുന്നത്. സോ വീട്ടിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഐ ഗസ് യൂസ് ദിസ് ആസ് എ ടോണർ, മോയ്സ്ചറൈസർ. പക്ഷെ മേക്കപ്പ് ചെയ്യുമ്പോൾ ഞാൻ ടോണറായിട്ടാണ്. നല്ല വാട്ടറിയാണ്. ആൻഡ് ദാറ്റ്സ് വാട്ട് റിയലി ഡ്രൈ സ്കിൻ പീപ്പിൾ നീഡ്. ഈ മീറ്റിംഗ് ആണ് ഞാൻ എൻ്റെ വിധി നിർണ്ണയിക്കാൻ പോകുന്നത്, എൻ്റെ ലൈഫ് അങ്ങോട്ട്. സോ ഇറ്റ്സ് കൈൻഡ് ഓഫ് ഇമ്പോർട്ടൻറ്റ് ടു മീ. നോട്ട് കൈൻഡ് ഓഫ്, ഇറ്റ്സ് റിയലി ഇമ്പോർട്ടൻറ്റ് ടു മീ. ഇന്ന് രാവിലെ മഴയാണ്. ഇപ്പോൾ രാവിലെ എല്ലാം വീക്ക് ഡേയ്സ് കംപ്ലീറ്റ്ലി മഴയാണ്. ഏതെങ്കിലും ഒന്നോ രണ്ടോ ദിവസമായിരിക്കും രാവിലെ ഇങ്ങനെ വെയിൽ കാണുമ്പോഴുള്ളൊരു എനർജി ഇല്ലേ, നമുക്കൊരു പോസിറ്റീവ് അതുണ്ട്. അത് ആ വെയിലുള്ള സമയത്തുള്ള കേട്ടോ. അത് കഴിഞ്ഞാൽ സോ അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യാൻ പോണത് ഞാൻ ലിബാം ഇടുകയാണ്. ഞാൻ യൂസ് ചെയ്യുന്ന ലിബാം ഓറിഫ്ലെയിം എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ ആണ്. നല്ല ലിബാമാണ് കേട്ടോ. ഇറ്റ്സ് റിയലി ഗുഡ്. ഇത് ഈ മാറ്റ് ലിപ്സ്റ്റിക്സിൻ്റെ കൂടെയൊക്കെ ബ്ലെൻഡ് ആ നൈസാണിത്. ഐ ലൈക്ക് ദിസ് ലിബാം അ ലോട്ട്. ഭയങ്കര ഗ്രീസി അല്ല, ലൈറ്റ് വെയ്റ്റ് ആണ്. ആൻഡ് ഓൾസോ ഇതിൻ്റെ സ്മെൽ ഈസ് ഓൾസോ ലൈക്ക് എന്താ പറയുക, ലൈറ്റ് സ്മെല്ലാണ്. സോ ഇറ്റ്സ് ഗുഡ് ഫോർ സ്കിൻ. ദാറ്റ് ഈസ് ഫ്രം ദ ബ്രാൻഡ് ലാൻകോം. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ലാൻകോമിൻ്റെ ആണ്. ഇതിനകത്ത് 3 സിറം ഒരുമിച്ച് വരുന്നൊരു ബോട്ടിലാണ്. സോ ഐ ജസ്റ്റ് പമ്പ് ദാറ്റ്. 2 പമ്പാണ് ഞാൻ എടുക്കുന്നത് ഇതിൻ്റെ അകത്ത് നിന്ന്. സോ ഐ ജസ്റ്റ് മിക്സ് ഇറ്റ് ലൈക്ക് ദിസ്, ബ്ലെൻഡ് ഇറ്റ്. ആ 3 എണ്ണം കൂടി എന്നിട്ട് ഞാൻ ഇങ്ങനെയാണ് ഞാൻ തേക്കുന്നത് നല്ലതായിട്ട്. ഇതിട്ട് കഴിയുമ്പോൾ യു വിൽ ഫീൽ ദ ഡിഫറൻസ് ഓൺ യുവർ ഫേസ്. കാരണം ഒരു കൈൻഡ് ഓഫ് ഒരു നാച്ചുറൽ ഗ്ലോവും വരും. ആൻഡ് ഓൾസോ ഒരു ചുമപ്പ് വരും. ഒരു കൈൻഡ് ഓഫ് ഒരു പേർപ്പിൾ ചുമപ്പാണ്, നോട്ട് ദാറ്റ് റെഡ്. കണ്ടോ, ഇതാണ് ഈ സെറത്തിൻ്റെ മാജിക്. ആൻഡ് എൻ്റെ സ്കിൻ ഇത് പക്കയായിട്ട് പോകുന്നൊരു സിറമാണ്. ആൻഡ് ഐ ഹവ് സീൻ ലോട്ട് ഓഫ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആൻഡ് മെനി ഓഫ് ദ പീപ്പിൾ യൂസിങ് ദീസ് സിറം. ഹോപ്പ് യു ഗൈസ് ക്യാൻ സീ ദ ഡിഫറൻസ്. ഇതിന് മുമ്പ് ഈ സിറം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐ ലുക്ക് ലൈക്ക് ദിസ്. ഇറ്റ്സ് റിയലി ഗ്രേറ്റ്. ചെറിയൊരു ക്ലീനപ്പ് ചെയ്യാനുണ്ട് ബിക്കോസ് എൻ്റെ ഇവിടുത്തെ പിന്നെ ഹെയർ ഐ ഓൾവേസ് ഡു ദിസ്. എനിക്കിങ്ങനെ വൃത്തികേടായിട്ടിരിക്കുന്നത് ഇഷ്ടമല്ല. നമ്മൾ പ്രെപ്പ് ചെയ്യുന്ന സമയത്ത് ആദ്യം ചെയ്യേണ്ടതാണ്. ഞാനത് ഇപ്പോഴാണത് ശ്രദ്ധിച്ച് കണ്ടത്. സോറി ഗൈസ് ഫോർ ദാറ്റ്. ഓൾറെഡി മോയ്സ്ചറൈസ് ആയതുകൊണ്ടാണ് ഞാൻ വേറെ മോയ്സ്ചറൈസ് ഇടാതെ ഞാൻ തന്നെ ചെയ്യുന്നത് ടിഷ്യൂല്. സോ ഐ ജസ്റ്റ് വാണ്ട് ടു മേക്ക് ഷുവർ ദാറ്റ് എവരിതിങ് ഈസ് ക്ലീൻ ആൻഡ് ക്ലിയർ. നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഡു അപ്ലൈ സം കൈൻഡ് ഓഫ് മോയ്സ്ചറൈസ് ലൈക്ക് ജെൽ, ലൈക്ക് അലോവേര ജെല്ലൊക്കെയാണ് ബെസ്റ്റ്. നിങ്ങൾക്ക് ഷേവിംഗ് ഫോം ഒക്കെ കിട്ടും ഫോർ ഗേൾസ്, ബട്ട് അതിൻ്റെ ആവശ്യമില്ല. യു ജസ്റ്റ് നീഡ് എ സിമ്പിൾ അലോവേര ജെൽ. ആയുർവേദത്തിൽ ഇപ്പോൾ ജെൽ അവൈലബിൾ ആണെന്ന് തോന്നുന്നു, ലൈക്ക് അലോവേര ജെൽ ഉണ്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വിൽവയുടെ ജെൽ ഉപയോഗിക്കാം. ബ്രാൻഡിൻ്റെ വിൽവേല നല്ല ജെല്ലാണ് അവരുടേത്. ഇറ്റ്സ് റിയലി ഗുഡ് ഫോർ സ്കിൻ ആൻഡ് എവറിത്തിങ്.
അപ്പം ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ അല്ല ചില്ലറ വേണ്ടാത്ത സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് ഷേവ് ചെയ്ത് കളയണം. ആമ്പിളേരെ ഷേവ് ചെയ്യാനൊക്കെ ഷേവ് ചെയ്യാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഈ ഹെയർസൊക്കെ നമ്മൾ എപ്പോഴും ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രോത്ത് കുറയും. ബിക്കോസ് നൗ ഡേയ്സ് ഡോക്ടേഴ്സും പറഞ്ഞു, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അയ്യോ പെമ്പിളേർ ഇങ്ങനെയൊക്കെ എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ ആമ്പിളേരെ പോലെ ദെയർസ് നത്തിങ് ലൈക്ക് ദാറ്റ്. ഓക്കെ, സോ അത് കഴിഞ്ഞു. ഞാൻ ഇതിട്ട് കഴിഞ്ഞാൽ എൻ്റെ നെക്സ്റ്റ് സ്കിൻ അഗൈൻ അനദർ ലെയർ ഓഫ് മോയ്സ്ചറൈസർ. ദാറ്റ് ഈസ് ദിസ് ക്ലിനീക്കിൻ്റെ. ദിസ് ഈസ് റിയലി ഗുഡ് ഫോർ ഡ്രൈ സ്കിൻ പീപ്പിൾ. ഡ്രൈ സ്കിൻ പീപ്പിളിന് പക്ക സാധനമാണ് ഇത്. 2 പമ്പ് മതി, 2-3 പമ്പ്സ്. ദാറ്റ്സ് ഞാൻ ഒരു 3 പമ്പ് എടുക്കും. ബിക്കോസ് എൻ്റെ സ്കിൻ അത്രയ്ക്കും ഡ്രൈ ആയതുകൊണ്ട്. ഇതിന് വലിയ സ്മെല്ലില്ല, ഇറ്റ്സ് നോൺ ഫ്രാഗ്രൻറ്റ്. സോ ഈ ഫ്രാഗ്രൻസ് ഉള്ള സാധനങ്ങളൊന്ന് കൂടുതൽ ഡ്രൈ സ്കിൻകാർ അപ്ലൈ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. ആൻഡ് അത്രയ്ക്ക് ഫ്രാഗ്രൻറ്റ് വേണം എന്നൊക്കെ നിർബന്ധം ഉണ്ടെങ്കിൽ യു ക്യാൻ യൂസ് എ ബോഡി ബാത്ത് ആൻഡ് ബോഡി വർക്ക്സിൻ്റെ അത്യാവശ്യം നൈസാണ്. ബട്ട് ഐ ഡോണ്ട് എൻ്റർടൈൻ ബാത്ത് ആൻഡ് ബോഡി വർക്ക്സ് ഫോർ എന്താ പറയുക, ഈ ബോഡി ക്രീമും ഈ പറയുന്ന ബോഡി വാഷൊക്കെ അല്ലാതെ വേറെ ഷാമ്പൂവും കാര്യങ്ങളും ഞാൻ അതിൻ്റെ എൻ്റർടൈൻ ചെയ്യാറില്ല. ബട്ട് ഞാൻ ബാത്ത് ആൻഡ് ബോഡി വർക്ക്സ് കൂടുതലും ഉപയോഗിക്കുകയാണെങ്കിൽ ബോഡിയിൽ എന്താ ബോഡി ലോഷൻ അങ്ങനെയൊക്കെയുള്ള ക്രീം ടൈപ്പ് ഓഫ് ക്രീമായിട്ടുള്ള ബോഡി ലോഷനൊക്കെയാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അല്ലാതെ ഞാൻ മുഖത്തോട്ടിടുന്ന ഒന്നും ഞാനങ്ങനെ യൂസ് ചെയ്യാറൊന്നുമില്ല. കുളിക്കുന്നതിന് ഞാൻ ഉപയോഗിക്കാറുണ്ട്. ബിക്കോസ് അതിൻ്റെ ഫോർമുല ഈസ് വെരി ഗുഡ് ഫോർ ഡ്രൈ സ്കിൻ പീപ്പിൾ. കുറച്ച് തിക്ക് കൺസിസ്റ്റൻസി ആയതുകൊണ്ട്. സോ ഇത് കഴിഞ്ഞിട്ടും കഴിഞ്ഞു സൺസ്ക്രീൻ. സണ്ണില്ലെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്യണം എന്നാണ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു എന്താ പറയുക ഒരു രീതി. ഐ ഡോണ്ട് നോ വൈ ഫോർ വാട്ട്, ഐ ഡോണ്ട് നോ. ഞാൻ ഐബ്രോ വരയ്ക്കുന്നില്ല, ഐ എം ജസ്റ്റ് ബ്രഷിങ് ഇറ്റ് അപ്പ്. പണ്ടത് ഞാൻ ചെയ്തോലും ഇല്ലായിരുന്നു, അറിയോ? ബിക്കോസ് ഐ വാസ് നോട്ട് ഇൻ ടു ദിസ് കൈൻഡ് ഓഫ് സ്റ്റഫ്സ്. ആൻഡ് ഈ പീരിയഡ് നല്ല ഡാർക്കാണ്. ദിസ് ഇസ് റിയലി ബാഡ്. ദീസ് ആർ കോൾഡ് ദ ഇംപെർഫെക്ഷൻസ് ഓഫ് മൈ ഫേസ്. ആൻഡ് ഇംപെർഫെക്ഷൻ, എല്ലാ ബ്യൂട്ടിയിലും ഒരു ഇംപെർഫെക്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുന്നത്. ആൻഡ് ഇംപെർഫെക്ഷൻസിന് വലിയ നമ്മൾ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഒന്നും വിചാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് വേണമെങ്കിൽ നമുക്ക് സെറ്റാക്കാൻ പറ്റും. എങ്ങനെ? ഇതേപോലെയുള്ള മേക്കപ്പ് ടൂൾസ്, നോട്ട് ടൂൾ, മേക്കപ്പ് പ്രോഡക്ട്സ് വെച്ചിട്ട് ജസ്റ്റ് നീഡ് ടു ഗിവ് എ ഡാർക്ക് വൺ. മേക്ക് ഷുവർ ദാറ്റ് എൻ്റെ ഇവിടം തൊട്ടാണ് എനിക്ക് ഇത്രയും ഡാർക്ക് വരുന്നത്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഡാർക്ക് ആക്കി കൊടുക്കുക. ഹൗ ഇറ്റ്സ് ഗോണ ബി. ഈ സത്യം പറഞ്ഞാൽ എനിക്ക് ഐബ്രോ വരയ്ക്കുന്ന ഇഷ്ടമല്ലായിരുന്നു. ഞാൻ പണ്ട് നാട്ടിലൊക്കെ വെച്ച് ഡാൻസിനൊക്കെ പ്രോഗ്രാമിനൊക്കെ പോകുന്ന സമയത്ത് അമ്മ ഇങ്ങനെ വരച്ച് എനിക്ക് ഇഷ്ടമല്ല ആ ഒരു ലുക്ക്. ഐബ്രോസ് എനിക്ക് അങ്ങനെ വലുതായിട്ട് ഇങ്ങനെ ഞാൻ അത്രയും ഡാർക്ക് ആക്കത്തില്ല. ഐ ജസ്റ്റ് വോണ്ട് ടു കീപ് ഇറ്റ് ലൈറ്റ്. ഐ ഡോണ്ട് നോ വൈ. ഐ ലൈക്ക് ദാറ്റ് ഇംപെർഫെക്ഷൻസ്. കഴിഞ്ഞിട്ട് നമുക്ക് മസ്കാര ഇടാം. ഇന്ന് എന്തായാലും ഐലൈൻ ചെയ്യാം. കുറച്ച് വാല് കൂടിപ്പോയോന്ന് എനിക്കൊരു തോന്നലില്ലാതില്ല ഗൈസ്. കീപ് ഇറ്റ് എ ബിറ്റ് മോർ. എനിക്ക് ഈ കണ്ണിൽ പക്കയായിട്ട് വരും. ഈ കണ്ണ് എനിക്ക് എപ്പോഴും ഒരു മിസ്റ്റേക്ക് വരുന്നത്. I don't know why. എനിക്ക് പണ്ട് തൊട്ടേ അതായിരുന്നു. ഭയങ്കര റൈറ്റ് സൈഡിനോട് ഭയങ്കര മസ്കാര ഇടാണ്. ബിക്കോസ് മസ്കാര ഐ എം യൂസിങ് Maybelline ഒരു ബ്രൗൺ ഷെയ്ഡാണ്. It comes in the brown shade and the brush is like this. എനിക്കിങ്ങനെ വടിപോലെ ഇങ്ങനെ ചൂല് ഒഴിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. I just want to keep my lashes simple and humble. എന്തൊക്കെ ഗോഷ്ടികളാണ് തമ്മിലാണ് ഇപ്പം കണ്ടെഴുതുന്നതിന് മോഹൻ തന്നെ ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കലി ആവുന്നതാണ്. യൂസിങ് ദ K Beauty's Kajal because എൻ്റെ കണ്ണിന് ഭയങ്കര കംഫർട്ടബിളാണ്. ചില കാലത്തോട്ട് എനിക്ക് ചുറിച്ചിൽ വരുമായിരുന്നു കണ്ണിൽ. ആൻഡ് ദിസ് ഓൾസോ ലോങ് ലാസ്റ്റിംഗ് ആണ് K Beautyയുടെ കാജൽ.
അത്യാവശ്യം നല്ല കളറും ഉണ്ട്, ഈസി ടു ഡ്രോ ആണ്. To see how my eyes looks. What to do? ഇത്ര ഇട്ടാൽ മതി, ഞങ്ങൾ ഭയങ്കരമായിട്ടൊന്ന് ബൂം ആ രീതിയിലാണ് എൻ്റെ കണ്ണ്. ആണ് പ്രശ്നം. സോ യാ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? സോറി, എൻ്റെ കയ്യിൽ സൺസ്ക്രീൻ ഇതാ കിട്ടി. ഐ ആം യൂസിങ് ദ ബ്യൂട്ടി ഓഫ് ജോസിൻ്റെ ഡ്രൈ സ്കിന്നിന് പറ്റിയ അക്വ എന്ന് പറഞ്ഞ ഒരെണ്ണമാണ് ഇത്. Aqua-fresh റൈസ് പ്ലസ് B5. ഇതാണ് ഡ്രൈ സ്കിൻകാർക്ക് ബ്യൂട്ടി ഓഫ് ജോസൺ. ഇഫ് യു ആർ യൂസിങ് ദാറ്റ് ബ്രാൻഡ് യു ക്യാൻ യൂസ് ദിസ് വൺ. ഒരു ബ്ലൂ ഷെയ്ഡിൽ ഇങ്ങനെ വരുന്നതാണ്. ഡോട്ട് ഡോട്ട് ഇത് ഞാൻ കൂടുതൽ അപ്ലൈ ചെയ്തില്ല, ബിക്കോസ് എനിക്ക് വീട്ടിലിരുന്ന് തന്നെ അത് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യേണ്ടത് വേറെ ഒന്നുമല്ല. ഞാൻ എപ്പോഴും സ്കിൻ അനാലിസിസ് ഞാൻ ചെയ്തായിരുന്നു, എൻ്റെ സ്കിന്നിൻ്റെ എവിടെയൊക്കെയാണ് ഡാമേജ് പറ്റിയത്. അപ്പോൾ ആ ഏരിയസാണ് ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. എനിക്ക് അൺഡ്രൈ സർക്കിൾസ് ഒന്നുമില്ല, ബട്ട് സൺസ്ക്രീൻ ഞാൻ ഇടാൻ തുടങ്ങിയിട്ട് ഇറ്റ്സ് ഗോണ ബി സംതിങ് ടു 1-2 വർഷം, 1 വർഷം കൊണ്ടാവുന്നുണ്ട്. ചെന്നൈ പഠിക്കുന്ന സമയത്ത് ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടില്ലായിരുന്നു. I never used. കാലം പോയി പോക്കി. ഞാൻ അത്രയും സ്കിൻ കോൺഷ്യസ് അല്ലായിരുന്നു, ബട്ട് നൗ ഐ ആം. ആൻഡ് ദ ക്ലൈമറ്റ് ഇസ് ഓൾസോ വെൽക്കമിങ് മീ ടു ട്രൈ ഓൾ ദീസ് കൈൻഡ് ഓഫ് തിങ്സ് ഓൺ മൈ ഫേസ്, ബിക്കോസ് ക്ലൈമറ്റ് വലിയ ഫ്രണ്ട്ലി അല്ല എൻ്റെ സ്കിന്നായിട്ട്. സോ ഇഫ് ഐ ഡോണ്ട് യൂസ് ഇറ്റ് ആൻഡ് ഇഫ് ഐ ഡോണ്ട് പ്രിപ്പയർ പാമ്പർ മൈ സ്കിൻ നൈസ്ലി, തിങ്സ് വിൽ ഗോ വേഴ്സ്. അതുകൊണ്ടൊക്കെയാണ്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കണ്ണെഴുതിയാലും തന്നെ അത് ബാധിക്കാൻ പോകുന്നില്ല, because I know how to do things within the boundary. അതിനെ എഫക്റ്റ് ചെയ്യാതെ എങ്ങനെ എനിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും? ചിലർക്ക് അങ്ങനെ പറ്റത്തില്ല. I can get organized and I can also get disorganized. അതാണ് എനിക്കൊരു കേപ്പബിലിറ്റി. ആ എക്സ്ട്രീം ഉണ്ട്, ഈ എക്സ്ട്രീം ഉണ്ട്, നടുക്കത്തെ എക്സ്ട്രീം ഉണ്ട്. ഇതേ ഉള്ളൂ ഞാൻ പ്രെപ്പ് ചെയ്യുന്നത്. ഞാൻ വേറെ ഫൗണ്ടേഷനോ കൺസീലറോ ഒന്നും ഇട്ടൊന്നുമില്ല. എനിക്ക് വേറെ ഡാർക്ക് സർക്കിൾസ് ഇല്ല. ബട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഇൻ ദ ഷെയ്ഡ് 775 കോപ്പർ ബ്രൗൺ ആണ്, മേബിലിൻ്റെ. ഇതിനെക്കാട്ടി നല്ല ലൈനർ യു വിൽ ഗെറ്റ് ചീപ്പർ in Marsന്റെ lip liners are really good. That's how it's gonna look. ഞാൻ ആ ബോർഡറിൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലുക്കിലിരിക്കും. All time shade for a subtle look. So this is from the brand MAC, Whirl 626. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ന്യൂഡ് ഷെയ്ഡാണ്. എൻ്റെ ലിപ്സിന് പക്കയാണ്. I think it will be good for almost all the skin tones, like brown or white or wheatish or whatever kind. ഞാൻ ഡാബ് ചെയ്ത് കൊടുക്കണം, so that will give a kind of a natural look. Just see how it looks. ഇതാണ് ഈ ഒരു കളർ. ഒന്ന് പേടിച്ചു പോയി, ബിക്കോസ് ഈ സമയം ഞാൻ അത്രയ്ക്ക് സൂക്ഷിക്കുന്ന ഒരു സാധനങ്ങളാണ് ഇതൊക്കെ. സോ ദിസ് ഇസ് എ ഗുഡ് ഷെയ്ഡ്. ഈ ഷെയ്ഡ് ഇങ്ങനെയാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഈ ഷെയ്ഡിൻ്റെ ഒരു എൻ്റെ മിക്ക ഷെയ്ഡ്സും ലൈക്ക് അങ്ങനെ പോപ്പപ്പ് ചെയ്യുന്ന ഷെയ്ഡ്സും ഉണ്ട്, എന്നാലും ദാറ്റ് ഡസൻറ്റ് ഗിവ് ഒരു വൾഗാരിറ്റി തോന്നുന്നൊരു ഷെയ്ഡിലേക്ക് ഞാൻ പോകാറില്ല. ആൻഡ് ദിസ് ഇസ് വൺ ഓഫ് ദ ഷെയ്ഡ് ദാറ്റ് യു ക്യാൻ യൂസ് വെൻ യു ആർ ഗോയിങ് ഫോർ ഡേറ്റ് ഓർ വാട്ട് എവർ ഒക്കേഷൻസ്, കാരണം ഇത് എല്ലായിട്ടും ബ്ലെൻഡ് ആവുന്ന ഒരു ഷെയ്ഡാണ്. ആൻഡ് ഓൾസോ ഇന്ത്യൻ ഗേൾസ് ഡു ബൈ ദിസ് ഷെയ്ഡ്, because this gonna do magic on your lips like this. സോ ഇതാണ് എൻ്റെ ലുക്ക്. ഇത് ഞാൻ വേറെ ഒന്നും ചെയ്യുന്നൊന്നുമില്ല. ഇതൊക്കെയാണ് എൻ്റെ സിമ്പിൾ സ്കിൻ കെയർ അല്ലെങ്കിൽ സിമ്പിൾ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ. അങ്ങനെ എപ്പോഴും ഐ ഡോണ്ട് അപ്ലൈ ഓൾ ദോസ് കൈൻഡ് ഓഫ് കൺസീലേഴ്സ്, ഫൗണ്ടേഷൻ, ബ്ലഷ് എപ്പോഴും ഒന്നും. എൻ്റെ മൊറോക്കോയിൽ പോയപ്പോൾ എനിക്ക് ഗിഫ്റ്റ് ചെയ്തൊരു സാധനമാണ്. ഇതിൻ്റെ യഥാർത്ഥ പേര് എനിക്കറിയില്ല. ഐ തിങ്ക് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ വിൽ ബി ഫെമിലിയർ വിത്ത് ദിസ്. ഇത് മൊറോക്കോയിൽ നാച്ചുറലായിട്ട് കിട്ടുന്ന ബ്ലഷാണിത്. സോ ഹൗ ഐ എം ഗോണ യൂസ് ഇസ് ദാറ്റ്. ഇതെടുക്കുക, ഞാൻ എൻ്റെ റോസ് വാട്ടർ, ഞാൻ എൻ്റെ ടോണർ എടുക്കും. And I'll just keep it blend. എന്നിട്ട് ഇങ്ങനെ ഇത്ര ലുക്ക് ഞാൻ കൊടുക്കുന്നു. അയ്യോ, ഇങ്ങനെ അടിക്കുക. Just see how the colors play. ഞാനങ്ങനെ ജസ്റ്റ് ടു ഗിവ് എ ഞാൻ കാണിച്ചില്ല ബ്ലഷ് ഇട്ട് കഴിഞ്ഞുള്ള ആ ഒരു ലുക്ക് എന്താണെന്ന് വെച്ചാൽ ലൈക്ക് ടു ഗിവ് എ ഫ്രഷ്നെസ് ടു ദ ഫേസ്. ചത്തിരിക്കലല്ലോ, ഒരു പ്ലെയിൻ ലുക്കിന് ഒരു എനർജി, ഒരു ഇത്രയേ ഉള്ളൂ ഞാൻ ചെയ്യുന്നതിൻ്റെ കാര്യം. ആ ഒരു ഫ്രഷ്നെസ് ഇട്ടാൽ ഇതാണ് ബ്ലഷും കൊണ്ട് ഉദ്ദേശിച്ചത്. ബ്ലഷ് ഇട്ടതെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, പക്ഷെ ഒരു ഫ്രഷ്നെസ് ഉണ്ടോ? ഉണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്.
എനിക്ക് ആ ഭയങ്കര റോസിനെസ് ഒന്നും ഇഷ്ടമല്ല. ഐ എം നോട്ട് എ ബിഗ് ഫാൻ ഓഫ് ദിസ് പിങ്ക് ഷെയ്ഡ്സ്. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഇതാണ് എൻ്റെ ഇന്നത്തെ മീറ്റിങ്ങിനുള്ള ലുക്ക്. ആൻഡ് ഐ പുട്ട്, എനിക്ക് ഈ പശു നക്കിയ കണക്കുള്ള സ്റ്റൈൽ എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. ഇങ്ങനെ ഇങ്ങനെ വെച്ച് ഇങ്ങനെയാണ് വയ്ക്കുന്നത്. ഇറ്റ്സ് നോട്ട് ബാഡ് റൈറ്റ്? എൻ്റെ മൊട്ട മുഖം അങ്ങ് കാണാൻ പറ്റും നിങ്ങൾക്ക്. സോ ഇങ്ങനെ ഇരിക്കട്ടെ. ലെറ്റ് ബി ലൈക്ക് ദിസ്. സോ ഇതാണ് എൻ്റെ ലുക്ക്. സോ യു ക്യാൻ സീ ഹൗ മൈ ഫേസ് ഗോട്ട് ചേഞ്ച്ഡ്. ഇത്രയും ഞാൻ ചെയ്തുള്ളൂ. ഇതാണ് ഞാൻ സാധാരണ ചെയ്യുന്നത്. ഞാൻ വലുതായിട്ടൊന്നും ഞാൻ ചെയ്യത്തൊന്നുമില്ല. സോ ഇഫ് യു ഗൈസ് ലൈക്ക് ദിസ്, please do support me by liking and also subscribing to my channel. So guys, then bye. See you in the next vlog. Não cessa do fim de semana, baby.